ജർമ്മനി വന്നിട്ട് 4 വർഷമായെങ്കിലും ഡിസ്നി ഇൻസ്പയർഡ് ആയിട്ടുള്ള നോയ്‌ഷോൺസെൻ കാസിൽ ഒന്ന് കാണാൻ പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ. തൊട്ടടുത്താണ് കിടക്കുന്നതെങ്കിലും പല കാരണവശാലും ഇതുവരെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഇത്തവണ വിന്ററിൽ അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. വിന്റർ ആയതുകൊണ്ട് നല്ല മഞ്ഞൊക്കെയാണ്. ട്രെയിനിൽ പോയി വരൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ കാർ എടുത്ത് അങ്ങ് പോകാമെന്ന് വെച്ചു. ഏതായാലും പോകുന്ന വഴിക്കൊക്കെ നല്ല മഞ്ഞായിരുന്നു. അടിപൊളി വ്യൂസ് ആയിരുന്നു കേട്ടോ കാണാനൊക്കെ. അതിന്റെ കൂടെ ഞങ്ങൾ ഇപ്രാവശ്യം ഇൻസ്റ്റ 360 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യത്തെ വീഡിയോ മൊത്തം അതിലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും എൻജോയ് ചെയ്ത് കാണാം കേട്ടോ. നോയ്‌ഷോൺസെൻ കാസിലിന്റെ പാർക്ക് പ്ലേസിൽ പോയി കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ മേലേക്ക് നടക്കാൻ തുടങ്ങി കേട്ടോ. നല്ല വ്യൂ ആണ്. രണ്ട് സൈഡും കുറെ മരങ്ങളൊക്കെ ആയിട്ട്. അതിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുതിരവണ്ടിയിൽ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് മേലേക്ക് പോകുന്ന വ്യൂസ് ഒക്കെ കാണാൻ പറ്റി കേട്ടോ. കുറെ ആളുണ്ട് അതിന്റെ അകത്ത്. ആ കുതിരയെ സമ്മതിക്കണം അത്രയും ദൂരം വലിച്ചു കയറ്റുന്നതിന്. ഇതും ഈ മഞ്ഞത്ത് തെന്നി തെന്നി കുറച്ചുകൂടി അങ്ങോട്ട് മേലേക്ക് നടന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു വ്യൂ കാണുന്നത്. കാസലിന്റെ ദൂരേന്ന് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതല്ലേ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയി. അവിടെ ഒരു വ്യൂയിങ് പ്ലാറ്റ്ഫോം കണ്ടു. ആ വ്യൂയിങ് പ്ലാറ്റ്ഫോം അടിപൊളിയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര തിരക്കാണ്. നല്ല വ്യൂ ഒക്കെ കിട്ടും കാസലില്. പക്ഷെ നല്ല തിരക്കാണ്. ഞങ്ങൾ കുറേ നേരം നോക്കിയതിന് ശേഷം കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഏതായാലും ആ വെയിറ്റ് ചെയ്ത് വേർത്ത് ആയിരുന്നു. കാരണം നല്ല കുറെ ഫോട്ടോസ് കിട്ടി. ഈ ഫോട്ടോസ് ഒക്കെ അവിടെ നിന്ന് എടുത്ത ശേഷം ഞങ്ങൾ വിചാരിച്ചു എന്നാ പിന്നെ ഇനി മേലേക്ക് നടന്നേക്കാന്ന്. അങ്ങനെ ഞങ്ങൾ മേലെ കാസലിന്റെ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല. പിന്നെ അകത്ത് കയറിയാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഏതാണ്ട് എല്ലാ കാസലും ഒരുപോലെയൊക്കെ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പുറത്തു കൂടി കുറച്ചു നേരം നടന്ന് കാണാമെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം പുറത്തേക്ക് നടന്ന് കണ്ടപ്പോഴത്തേക്കും പതുക്കെ പതുക്കെ തണുപ്പ് അങ്ങ് വന്നു തുടങ്ങി. നല്ല തണുപ്പായി. കൈയൊക്കെ മരച്ചു തുടങ്ങി കേട്ടോ. വീഡിയോ ഇനി അധികം നേരം എടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ താഴേക്ക് നടന്നു. അപ്പൊ താഴെ കാസലിന്റെ താഴേക്ക് നടന്ന് താഴെ എത്തിയപ്പോഴും നല്ല വ്യൂസ് കുറെ ഉണ്ട് കേട്ടോ. സൺസെറ്റ് ആയി തുടങ്ങി. ഒരാളിതേ മഞ്ഞിൽ കൂടി തലങ്ങും വിലങ്ങും ഓടി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞങ്ങൾ എടുത്തു. അതിന്റെ ഇടയ്ക്ക് കാർ കയറുന്ന കൈയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി. അല്ലെങ്കിൽ കൈയുടെ കാര്യം ഒരു തീരുമാനമാവുമെന്ന് മനസ്സിലായി. കാരണം ഏകദേശം -14 അടുത്തെങ്ങാണ്ടായിരുന്നു ടെമ്പറേച്ചർ. ഏതായാലും വീഡിയോസ് പിന്നെയും സൺസെറ്റ് ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ഞങ്ങൾ എടുത്തിട്ടോ. ഇതിനിടയ്ക്ക് സർപ്രൈസ് ആയിട്ട് മൂൺ റൈസ്, അന്ന് ഫുൾ മൂണും കൂടിയായിരുന്നു. ആ ഫുൾ മൂണും ഞങ്ങൾക്ക് കാണാൻ പറ്റി. നല്ലൊരു ഫുൾ മൂണും കണ്ട് ആ ഫുൾ മൂണിൽ തന്നെ കാസലും കണ്ട് നേരെ തിരിച്ചു പോന്നു.